നാഷണൽ ആയുഷ് മിഷനും ആയുഷ് വകുപ്പും കൊരട്ടി ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന വയോജന മെഡിക്കൽ ക്യാമ്പ് തിരുമുടിക്കുന്നിൽ വെച്ച് നടന്നു. കേരള സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 8, 9, 10, 14 വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ പരിപാലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുമുടിക്കുന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ ആയുർവേദ, ഹോമിയോ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സൗജന്യമായി അസ്ഥി സാന്ദ്രത പരിശോധന, നേത്ര പരിശോധന, കൊരട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെയും പങ്കാളിത്തത്തോടെയും രക്തപരിശോധനകൾ, മരുന്ന് വിതരണം, വയോജനങ്ങൾക്കുള്ള യോഗ പരിശീലനം, ആരോഗ്യ സംബന്ധമായ ബോധവൽക്കരണ ക്ലാസുകൾ, ലഘുലേഖ വിതരണം തുടങ്ങി വിവിധ ആരോഗ്യ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിൻ്റെ തുടർ ചികിത്സയ്ക്ക് കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ 3 ആയുഷ് PHCകളിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊരട്ടി SHO അമൃത് രംഗൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ നൈനു റിച്ചു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, തിരുമുടിക്കുന്ന് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി, പഞ്ചായത്ത് മെമ്പർമാരായ ലിജോ ജോസ്, ബിജോയ് പേരേപ്പാടൻ, പോൾ CGO, സുമേഷ് PS, ജിസി പോൾ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ദീപ പിള്ള ഹോമിയോ, ഡോക്ടർ സീന ആയുർവേദം എന്നിവർ പദ്ധതി വിശദീകരണം നൽകുകയും ഡോക്ടർ ഹേമമാലിനി ആയുർവേദം, ഡോക്ടർ ജിഷ K ഹോമിയോ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകുകയും ചെയ്തു. സെപ്റ്റംബർ 19 തീയതി വരെയാണ് ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയുർവേദ, ഹോമിയോ രണ്ടിൻ്റെ മിശ്രണവുമായി നിങ്ങൾക്ക് ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട ആരോഗ്യം ഉറപ്പുവരുത്താൻ നടത്തുന്ന ഈ ക്യാമ്പ്, നമുക്കറിയാം, നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് കേരളം എടുത്ത് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. നമ്മൾ അലോപ്പതി, ഹോമിയോ, ആയുർവേദ ഈ 3 മേഖലകളിലും നമ്മൾ സ്വയം പ്രാപ്തരായവരാണ്. അതിന് നമ്മുടെ എല്ലാ വരുന്ന സർക്കാരും എടുക്കുന്ന ഒരു നിലപാടുകളാണ് അതിൽ പ്രത്യേകത. ആരോഗ്യ മേഖലയിൽ നമുക്കുള്ളൊരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങളുടെ ആരോഗ്യം കേരളത്തിൻ്റെ ആരോഗ്യമായിട്ടാണ് നമ്മുടെ എല്ലാ സർക്കാരും കാണുന്നത്. പക്ഷെ ആകെ എനിക്കൊരു സംശയം തോന്നിയത്, ഇവിടെ ഈ ക്യാമ്പ് നടത്തുന്നത് ഈ അമ്മമാർക്കാണ്. ഇവരുടെ ആരോഗ്യമാണ് എനിക്ക് തോന്നുന്നത്. ഇവരിൽ നിന്ന് ഈ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ആശംസകൾ നന്മയിലേക്കുന്നു. ഈ ക്യാമ്പിലൂടെ കൂടുതൽ ആരോഗ്യപരമായിട്ട് സന്തോഷത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ ജീവിക്കുവാനായിട്ട് കുടുംബത്തിലും സമൂഹത്തിലും നന്മയായിട്ട് മാറുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ നടത്തുന്ന ക്യാമ്പിൻ്റെ ഉദ്ദേശവും മറ്റു കാര്യങ്ങളെല്ലാം പ്രാസംഗികർ ഓൾറെഡി പറഞ്ഞു വെച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരോഗ്യപരമായ ഒരു വാർദ്ധക്യം അല്ലെങ്കിൽ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു വാർദ്ധക്യം എന്ന